SSFിലേക്ക് മുൻപൊരു അപേക്ഷ വിളിക്കാൻ പോകുന്ന കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. മിനിമം 10ാം ക്ലാസ് മാത്രം മതി ഇതിന് അപേക്ഷിക്കാനായിട്ട്. അതിൻ്റെ വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോ ഭാഗത്തിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. സെക്രട്ടേറിയറ്റ് സെക്യൂരിറ്റി ഫോഴ്സിലേക്കുള്ള അപേക്ഷയാണ് ഇപ്പോൾ വിളിക്കുന്നത്. ആദ്യം ഇതിന് ഫിസിക്കൽ ടെസ്റ്റാണ് നടക്കുന്നത് എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക. സോ ഫിസിക്കലാണ് നിങ്ങൾക്ക് ആദ്യം ഉണ്ടാകുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് റിക്രൂട്ട്മെന്റ് ഫോർ ദി പോസ്റ്റ് ഓഫ് കോൺസ്റ്റബിൾ ആണ്. ബാർബർ അതുപോലെ തന്നെ വാഷർമാൻ തുടങ്ങിയ പോസ്റ്റിലേക്കുള്ള അപേക്ഷയാണ് ഇപ്പോൾ വിളിച്ചിട്ടുള്ളത്. അപേക്ഷ തുടങ്ങിയത് 30/3/2026 അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് 28/4/2026 വരെ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും. കോൺസ്റ്റബിൾ ബാർബർ പോസ്റ്റാണ്. 3 ഒഴിവുകളാണുള്ളത്. ആൺകുട്ടികൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ടോട്ടൽ 3 ഒഴിവുകളാണ് ബാർബറിനുള്ളത്. പിന്നെ കോൺസ്റ്റബിൾ വാഷർമാൻ ഉണ്ട്. 7 ഒഴിവുകളാണുള്ളത്. ടോട്ടൽ 7 ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്ത് നമുക്ക് കാണാൻ സാധിക്കും. ഒരു കാറ്റഗറിക്കും റിപ്പോർട്ട് ചെയ്ത ഒഴിവ് കാണാൻ സാധിക്കും. ഇവിടെ എസ് ടിക്ക് വേക്കൻസി ഇല്ല, പക്ഷേ എസ് ടിക്ക് അപേക്ഷിക്കാം. പക്ഷേ ജനറൽ ആയിട്ടായിരിക്കും പരിഗണിക്കുക. ഈ ജനറൽ വേക്കൻസിയിൽ വേണം മത്സരിക്കാൻ എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. റിസർവേഷൻ ഹൈറ്റിലും ഇതിലല്ലാതെ വേറെ ഒന്നിലും ലഭിക്കത്തില്ല എന്ന് പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പോൾ ജനറൽ ആയിട്ട് മത്സരിക്കാൻ സാധിക്കുന്നതായിരിക്കും. സോ ഇതിനെ അപേക്ഷിക്കേണ്ടത് നമ്മുടെ ITBPന്റെ വെബ്സൈറ്റിലൂടെയാണ് കേട്ടോ. ITBPന്റെ വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത്. അപേക്ഷിക്കാനുള്ള കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞുതരാം. അതുപോലെ തന്നെ ഇതിൻ്റെ പേ സ്കെയിൽ നോക്കുകയാണെങ്കിൽ ലെവൽ 2 ആണ് പേ സ്കെയിൽ. ഏകദേശം 19,900 മുതൽ 63,200 രൂപ വരെയൊക്കെ ശമ്പളം ലഭിക്കുന്ന ഒരു പോസ്റ്റാണിത്. സോ ഇത് ബേസിക് സാലറി മാത്രമാണ്. ഇതിൻ്റെ കൂടെ ധാരാളം അലവൻസും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും എന്നും കൂടി പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കാം. ക്വാളിഫിക്കേഷനും ഏജ് ലിമിറ്റും നമുക്ക് നോക്കാം. കോൺസ്റ്റബിൾ ബാർബറാണ്. 18 to 23 വയസ്സ് വരെ അപേക്ഷിക്കാം. 10ാം ക്ലാസ് വേണം. അതുപോലെ തന്നെ കാൻഡിഡേറ്റ് വിൽ ഹാവ് ടു പാസ് ദി ട്രേഡ് ടെസ്റ്റ് പറയുന്നുണ്ട്. പാസ് എ ട്രേഡ് ടെസ്റ്റ് ഇൻ ദി പ്രൊഫഷൻ. ഈ ഒരു ട്രേഡിലുള്ള എന്ത് ചെയ്യണം? ട്രേഡ് ടെസ്റ്റ്. ഇവിടെ ബാർബർ ആകുമ്പോൾ ഹെയർ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ നിങ്ങൾ ട്രേഡ് ടെസ്റ്റ് ആയിട്ടുണ്ടാവും. അത് പാസ്സാവണം. അതുപോലെ വാഷർമാനാണ്. വാഷർമാന് 18 to 23 വയസ്സ് വരെ അപേക്ഷിക്കാം. 10ാം ക്ലാസ് ആണ് വിദ്യാഭ്യാസ യോഗ്യത. പിന്നെ ഇവിടെയും ട്രേഡ് ടെസ്റ്റ് ഉണ്ട്. ഇവിടെ തുണി അലക്കലൊക്കെ ആയിരിക്കും ട്രേഡ് ടെസ്റ്റ് ആയിട്ട് വരികയെന്ന് ശ്രദ്ധിച്ചിരിക്കുക. വാഷിംഗ് ആണ് ഇവിടെ വരുന്നത്. സോ അപേക്ഷിക്കാൻ താല്പര്യമുള്ളവർ വളരെ പെട്ടെന്ന് അപേക്ഷിക്കേണ്ടതായിട്ടുണ്ട്. 28 ഏപ്രിൽ 2026 ലാസ്റ്റ് ഡേറ്റ് എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. 5 വർഷത്തേക്കുള്ള SC ഉദ്യോഗാർത്ഥികൾക്ക് നൽകുന്നതായിട്ട് കാണിച്ചതായിട്ട് കാണാൻ സാധിക്കും. 3 വർഷത്തെ ഇളവ് OBC ഉദ്യോഗാർത്ഥികൾക്ക് ലഭിക്കുന്നതായിട്ടുള്ള കാര്യം നമുക്കിവിടെ കൊടുത്തതായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. സോ ബാക്കിയുള്ള വിവരങ്ങളിലേക്ക് കിടക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സും ബാക്കിയുള്ള തുടർന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. സോ നിങ്ങൾക്ക് ഇതിന് ഹൈറ്റ്, ഈ ഒരു പോസ്റ്റ് കോൺസ്റ്റബിളിലേക്ക് അപേക്ഷിക്കാനുള്ള ഹൈറ്റ് 170 സെൻറ്റിമീറ്റർ ഹൈറ്റ് വേണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് ST ഉദ്യോഗാർത്ഥികൾ, ഷെഡ്യൂൾഡ് ട്രൈബ്സിൽപ്പെട്ട ഉദ്യോഗാർത്ഥികളാകുന്ന സമയത്ത് അവർക്ക് വേണ്ട ഹൈറ്റ് ഇവിടെ പ്രത്യേകമായിട്ട് കൊടുത്തത് കാണാൻ സാധിക്കും. അത് പറഞ്ഞിട്ടുള്ളത് 162.5 സെൻറ്റിമീറ്റർ ഉയരം വേണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് ഇവിടെ കൊടുത്തത് നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റിൻ്റെയാണ്. ഇവിടെ കൊടുത്തത് അതർ ദാൻ നോർത്ത് ഈസ്റ്റ് ബാക്കിയുള്ളത്. അപ്പോൾ നമ്മൾ അതർ ദാൻ നോർത്ത് ഈസ്റ്റിൽ വരുന്നതാണ്. അപ്പോൾ നമുക്ക് 162.5 സെൻറ്റിമീറ്റർ STക്ക് ഹൈറ്റ് വേണമെന്ന് പറയുന്നുണ്ട്. പിന്നെ ചെസ്റ്റ് 80 സെൻറ്റിമീറ്റർ വേണം. 5 സെൻറ്റിമീറ്റർ എക്സ്പാൻഡ് ചെയ്ത് 85 ആക്കാൻ സാധിച്ചിരിക്കണം എന്ന് പറയുന്നുണ്ട്. അത് ST ആകുന്ന സമയത്ത്, ഷെഡ്യൂൾഡ് ട്രൈബ്സ് ആകുന്ന സമയത്ത് 76 സെൻറ്റിമീറ്റർ ഹൈറ്റ് മതി. 81 സെൻറ്റിമീറ്ററിലേക്ക് ചെസ്റ്റ് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റിയിരിക്കണം എന്നും കൂടി പറയുന്നുണ്ട്. അപ്ലൈ ചെയ്യേണ്ടത് നമ്മൾ പറഞ്ഞു ITBPന്റെ വെബ്സൈറ്റിലൂടെയാണ്. സെലക്ഷൻ പ്രോസസ്സിൽ ആദ്യം നിങ്ങൾക്ക് വരുന്നത് ഫിസിക്കൽ ടെസ്റ്റ് ആണ്. ആദ്യം 1.6 കിലോമീറ്റർ ഓട്ടം ഏകദേശം 7.5 മിനിറ്റിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ചെയ്യണം. ലോങ് ജമ്പ് 11 ഫീറ്റിൻ്റെ 3 ചാൻസിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ചെയ്യണം. ഹൈ ജമ്പ് 3.5 ഫീറ്റിൻ്റേത് 3 ചാൻസിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ്, അതായത് ആദ്യം നമുക്ക് വരുന്ന ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ആണെങ്കിൽ ഇവിടെ വരുന്ന ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ഉണ്ടാകും. അത് നമ്മുടെ ഹൈറ്റ്, ചെസ്റ്റ് ഇതൊക്കെ ഇല്ലേ, ഈ കാര്യങ്ങളൊക്കെ നോക്കുന്നതായിരിക്കും ശ്രദ്ധിച്ചിരിക്കുക. സെക്കൻഡ് സ്റ്റേജിലേക്ക് വരുമ്പോൾ നമുക്കൊരു റിട്ടൺ എക്സാമിനേഷൻ വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. അങ്ങനെ ആ റിട്ടൺ പാസ്സാവുന്നവർക്ക് ഫൈനൽ മെറിറ്റിലേക്ക് കയറാൻ സാധിക്കുകയും ആ മെറിറ്റിൽ വരുന്നവർക്ക് എന്ത് ചെയ്യുന്നതായിരിക്കും, ജോലിയിലേക്ക് പോകാനും ആ ഒരു രീതിയിലായിരിക്കും ഇതിൻ്റെ സെലക്ഷൻ വരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതിനു മുമ്പ് മെഡിക്കൽ എക്സാമിനേഷൻ കൂടി നമുക്കുണ്ടാവും. എന്നിട്ടാണ് ഫൈനൽ ലിസ്റ്റിലേക്ക് നമുക്ക് എൻ്റർ ആവാൻ സാധിക്കുക. സോ മെഡിക്കൽ എക്സാമിനേഷനും പാസ്സാകുന്നവർക്ക് ഇതിൻ്റെ ജോലിയിലേക്ക് കയറാൻ സാധിക്കുന്നതായിരിക്കും. സോ ഈ നോട്ടിഫിക്കേഷൻ താഴെയുണ്ട്. താല്പര്യമുള്ളവർക്ക് വായിച്ച് നോക്കാം. അതുപോലെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മളിപ്പം പറഞ്ഞിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് താഴെ അപേക്ഷിക്കേണ്ട ലിങ്ക് ITBPന്റെ വെബ്സൈറ്റിലൂടെയാണ് കേട്ടോ അപേക്ഷിക്കേണ്ടത്. അപേക്ഷിക്കേണ്ട ഡയറക്റ്റ് ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. അപ്പോൾ മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ പഠിക്കാൻ ആവശ്യമായിട്ടുള്ള PDF മെറ്റീരിയലിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ അത് നിങ്ങൾക്ക് താഴെ ലഭിക്കുന്നതായിരിക്കും എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക.